Hello my dear students, welcome to your last video on your fourth module of business management, that is corporate social responsibility. In this video, we are going to discuss about the relationship between CSR and business ethics, a relationship between CSR and corporate governance, and CSR initiatives in India. These three topics we are going to cover in this last video. So first we are moving to the relationship between business ethics and corporate social responsibility. So in your last module, you clearly studied about what is business ethics and different aspects of business ethics. Actually, the CSR and business ethics both aim, or the objective of both business ethics and CSR is to make business acceptable to the society and to the public, and to make the company behave positively to the society. അതായത് സി എസ് ആറിൻ്റെ ആയാലും ബിസിനസ് എത്തിക്സിൻ്റെ ആയാലും ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീനെ സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആക്കണം, അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു പോസിറ്റീവ് ബിഹേവിയർ ആണ് സൊസൈറ്റിയോടും ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും കാണിക്കണേ എന്ന് എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് CSR ആൻഡ് ബിസിനസ് എത്തിക്സ്. സോ പല ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോഴും വി മേ ഫീൽ ദാറ്റ് ദിസ് CSR ആൻഡ് ബിസിനസ് എത്തിക്സ് ബോത്ത് ദീസ് കോൺസെപ്റ്റ് ആർ സെയിം. നമുക്കങ്ങനെ തോന്നാം, CSR എന്ന് പറഞ്ഞാലും ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് എന്ന് പല ആസ്പെക്റ്റിൽ നോക്കുമ്പോഴും നമുക്ക് തോന്നാം. ബട്ട് ഇഫ് യു എക്സാമിൻ ദീസ് ടു ആസ്പെക്ട്സ് ക്ലോസ്ലി, നമ്മൾ വളരെയധികം ഒബ്സർവ് ചെയ്ത് ഈ രണ്ട് കോൺസെപ്റ്റിനെയും നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എസെൻഷ്യൽ ആയിട്ടുള്ള പല ഡിഫറൻസുകളും CSRും ബിസിനസ് എത്തിക്സും തമ്മിലുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSR എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ ഒബ്ലിഗേഷനാണ്. അതായത് സോഷ്യൽ എൻവയോൺമെൻറ്റിനോട്, ബാക്കി കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുമുള്ള കമ്പനിയുടെ ഒബ്ലിഗേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. At the same time, business ethics means the moral principles in human behavior of personnel in a company. കമ്പനിയിലെ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, എംപ്ലോയീസ് ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ എന്നാണ്. പക്ഷെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് നോക്കുക, PERSONNEL. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതാണ് നമ്മൾ പേഴ്സണൽ എന്ന് പറയുന്നത്. സോ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് ഇൻ ദ കമ്പനി. അതായത് ഒരു കമ്പനിയിലെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അറ്റ് ദ സെയിം ടൈം CSR ഇസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ കമ്പനി ഇറ്റ്സെൽഫ്. കമ്പനിയുടെ തന്നെ ഒബ്ലിഗേഷൻ ആണ്. എന്തിനോടുള്ള ഒബ്ലിഗേഷൻ, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും, അത് ഇൻക്ലൂഡിങ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും വെൽഫെയർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള ഒരു കമ്പനിയുടെ ഒബ്ലിഗേഷനെയാണ് എന്തെന്ന് പറയുന്നത്, CSR എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ അതർ മേജർ ഡിഫറൻസസ് ഓൾസോ. CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷനെയും ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ഹ്യൂമൻ ബിഹേവിയർ അതിനെയാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എങ്ങനെ പെരുമാറണം, അവർ പെരുമാറേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്, അവർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ആയിരിക്കണം, അതിന് അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഏതിലുള്ളത്, ബിസിനസ് എത്തിക്സ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ CSR കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിലാണ്. ഓക്കെ, സോ CSR എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലാണ്. അതായത് എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വേണം ഡിസിഷൻ എടുക്കണ്ടേ എന്നുള്ള മാക്രോ ലെവലിലാണ് CSRൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ CSRൻ്റെ കൺസേൺ. പക്ഷെ ബിസിനസ് എത്തിക്സ് അങ്ങനെയല്ല, അത് മൈക്രോ ആസ്പെക്റ്റ് ആണ്. അതായത് ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു എംപ്ലോയീസ് ചെയ്യുമ്പോൾ അതിലൊക്കെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്, അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മൈക്രോ കോൺസെപ്റ്റ് ആണ് ഏത്, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ CSR എന്ന് പറഞ്ഞ ഒരു മാക്രോ കോൺസെപ്റ്റ് ആണ്, അതൊരു ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ഡിഫറൻസ് എന്ത് CSRും ബിസിനസ് എത്തിക്സും തമ്മിലുള്ളത്.
സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു നല്ല CSR ബിസിനസ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും ഓട്ടോമാറ്റിക്കലി എന്തും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് എത്തിക്സും കൂടെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് CSR ആൻഡ് ബിസിനസ് എത്തിക്സ്. Next we move on to the relationship between corporate social responsibility and corporate governance. So before studying the relationship between CSR and corporate governance, we have to understand the concept corporate governance. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് corporate governance എന്ന് കാണാം. Corporate governance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a system of managing a company to the best interest of all its stakeholders. അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കമ്പനീനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. It is a system by which companies are directed and controlled on the basis of good corporate practice. അതായത് നല്ല കോർപ്പറേറ്റ് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനീനെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനായിട്ട് ഏതൊരു കമ്പനിയിലും ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക്, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് ഫെയർനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് എല്ലാ കാര്യത്തിലും ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഓപ്പറേഷൻസിലും ഫെയർനെസ്, ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനിഷൻ നോക്കാം. ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഡിഫൈൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് ആൻ എക്കണോമിക്, ലീഗൽ and institutional environment that allows companies to diversify, grow, restructure and exist and do everything necessary to maximize long-term shareholder value. ഷെയർഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒപ്പം ഷെയർ ഹോൾഡേഴ്സിനെയും വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, നല്ല രീതിയിൽ അവർക്ക് വളരാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ വളരാം, പക്ഷെ അത് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ പുതിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഋഗ്വേദയിലും അതുപോലെ എന്താ പറയുക, പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ ഈ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അങ്ങനൊരു ബിസിനസ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു ടേം വെച്ച് പറയുന്നില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന വ്യവഹാരങ്ങളിലും വ്യവസായങ്ങളിലും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു സിസ്റ്റം വേണം, സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആവാൻ. ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പണ്ടും പറയുന്നുണ്ട്. ഒരു ഋഗ്വേദത്തിലൊരു ശ്ലോകമാണ്, എ ബിസിനസ് ഷുഡ് ബെനിഫിറ്റ് ഫ്രം ബിസിനസ് ലൈക്ക് എ ഹണി ബീ വിച്ച് സക്കിൾസ് ഹണി ഫ്രം ദ ഫ്ലവർ വിത്തൗട്ട് അഫക്റ്റിംഗ് ഇറ്റ്സ് ചാം ആൻഡ് ബ്യൂട്ടി. അതായത് ഋഗ്വേദത്തിലൊരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത്രേ, ഒരു ബിസിനസ് സൊസൈറ്റീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് സൊസൈറ്റിയിൽ നിന്നാണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു തേനീച്ച വന്നിട്ട് ഒരു പൂവും ഒരു ഫ്ലവറും ഇരുന്നിട്ട് തേൻ എടുക്കാൻ വിചാരിക്കാം. തേൻ എടുക്കുന്നുണ്ടെങ്കിലും ആ തേൻ എടുക്കുന്ന പ്രോസസ്സ് വഴി പൂമ്പാറ്റ ഒരു രീതിയിലും ആ പൂവിൻ്റെ ഭംഗിനെയോ മനോഹാരിതേനെയോ ഒന്നും എന്താ പറയുക നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയായിരിക്കണം ബിസിനസ് എന്നാണ് ഋഗ്വേദയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു രീതിയിലും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് ഏതിനെ കാണാം, കോർപ്പറേറ്റ് ഗവേണൻസിനെ കാണാം. റീസെൻറ്റ് ഇയേഴ്സിൽ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺസ് നോക്കാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒത്തിരി കൂടി, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് ഓർഗനൈസേഷൻസിന് മാറി. അതുകൊണ്ട് അതിനൊരു സിസ്റ്റം കൊണ്ടുവരണം. ആ സിസ്റ്റമാണ് എന്ത്, കോർപ്പറേറ്റ് ഗവേണൻസ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സ്ട്രക്ചർ മാറി. പണ്ട് ചിലപ്പം സിംഗിൾ ഓണറൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ഇപ്പം അങ്ങനെയല്ല. ഷെയർ ഹോൾഡേഴ്സിൽ ഫോറിൻ പ്രൊമോട്ടേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മ്യൂച്വൽ ഫണ്ട്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇവർക്കൊക്കെ വേണ്ടി എഫിഷ്യൻ്റ് വർക്ക് ചെയ്യുക, ട്രാൻസ്പെറൻ്റ് ആവുക, അക്കൗണ്ടബിൾ ആവുക, ഇതൊക്കെ കമ്പനിക്ക് ആവാതെ തരമില്ലാണ്ടായി. ആവണം എന്നുള്ളത് ഒരു ആവശ്യകതയായി മാറി.
അപ്പോൾ അതിനൊരു സിസ്റ്റം കൊണ്ടുവരണം. ആ സിസ്റ്റം ആണ് ആ സിസ്റ്റത്തിനുള്ളൊരു ആൻസർ, അങ്ങനെ ഒരു സിസ്റ്റം വേണം എന്നുള്ള കൺസേണിനുള്ളൊരു ആൻസർ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ബിസിനസ്സിന് സോഷ്യലി റെസ്പോൺസിബിൾ ആയേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയായി. അപ്പോൾ അതും CSR കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലിമെൻ്റ് ആവാനായിട്ടുള്ള ഒരു റീസണായി. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്കാംസും ഫ്രോഡൊക്കെ കൂടുന്നുണ്ട്. അതായത് പല രീതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ പവർ മിസ്യൂസ് ചെയ്ത് മാനിപ്പുലേഷൻസ്, ഇപ്പോൾ നമ്മൾ സത്യം കമ്പ്യൂട്ടർ സ്കാമൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരുപാട് മാൽ പ്രാക്ടീസസ്, തരികിടകളും തിരിമറികളും കമ്പനീസ് കാണിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ പറ്റില്ല, ശരിയാവില്ല, ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരു സിസ്റ്റം വേണം. അങ്ങനെ ഒരു സിസ്റ്റം വേണം എന്ന ആവശ്യം വന്നപ്പോൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞത് ഒരു റിക്വയർമെൻ്റായി മാറി. അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അതായത് ഷെയർ ഹോൾഡേഴ്സ് പണ്ടത്തെ പോലെ മിണ്ടാണ്ടൊന്നും ഇരിക്കില്ല. ദേ ആർ അവെയർ അബൌട്ട് ദർ റൈറ്റ്സ്, അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർക്കറിയാം, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡാണ്. അപ്പോൾ അവരുടെ ഇൻഫോർമേഷൻ, അവർക്ക് കൊടുക്കേണ്ട ഇൻഫോർമേഷൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം, അവരോട് പറയേണ്ട കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി കാണിക്കണം, അവരുടെ റൈറ്റ് ടു വോട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആക്റ്റീവ് ആവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഇല്ലാതെ ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതുപോലെ സ്ട്രോങ് റെഗുലേറ്ററി സിസ്റ്റം, അതായത് സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നു, സെബി വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻസൈഡർ ട്രേഡിംഗ്, കോർണറിങ്, പ്രൈസ് റിഗ്ഗിങ്, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നിർത്തലാക്കാനുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റം ഇല്ലാതെ ഓർഗനൈസേഷൻസിന് നിലനിൽക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും എന്തായി, കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു ആവശ്യമായിട്ട് വന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ്. അതായത് ഒരു രാജ്യത്ത് മാത്രം വളരുന്ന ബിസിനസ് അല്ല, അവർ എന്താ പറയുക, അക്രോസ് ദ ഗ്ലോബ് ദേ ആർ ഡൂയിങ് ബിസിനസ്. ഓക്കെ, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ മൊത്തം കൺട്രീനെ, മൊത്തം വേൾഡിനെ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടാണ് ഇന്നത്തെ ബിസിനസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ ലെവലിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫോറിൻ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഇന്ത്യയിലെ റൂൾസും റെഗുലേഷൻസും മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ പോരാ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ബിക്കം നെസസറി. അതുപോലെ മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻസ് കൂടാൻ തുടങ്ങി. അതായത് കമ്പനികളെ ഏറ്റെടുക്കുന്നതും, ഒരു കമ്പനി വേറൊരു കമ്പനീനെ ഏറ്റെടുക്കുക, അതുപോലെ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് ഒരു കമ്പനി ആവുക, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി. അപ്പം അങ്ങനെ കൂടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഇത്രയും ഈ പറഞ്ഞ റീസൺസ് ഒക്കെ കാരണം ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യം വന്നു. അതായത് ഒരു സിസ്റ്റം ഉണ്ടായേ തീരുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ റീസൺസ് ഒക്കെ എന്താ പറയുക ഡെവലപ്പായി വന്നതുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടായേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം അതാണ് ഈ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഏതിന് ഇമ്പോർട്ടൻസ് വന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിന് ഇമ്പോർട്ടൻസ് വന്നത്. സോ ബിസിനസ് എത്തിക്സും കോർപ്പറേറ്റ് ഗവേണൻസും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിലെല്ലാത്തിലും ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ബിസിനസ്സിന് എങ്ങനെയൊക്കെയാണ് എത്തിക്കലി ബിഹേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതായത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഓരോ കമ്പനിയും അവരുടെ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എൻഷുർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, അവർ ഓണസ്റ്റായിട്ട് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്തിട്ട് വേണം, ഒരു രീതിയിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അത് അവർ ഉറപ്പുവരുത്തണം. പിന്നെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട്, ഒബ്ജക്റ്റിവിറ്റി, റെലവൻസി, ടൈംലി ആയിട്ട് കൊടുക്കണം. പിന്നെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ലോ ഓഫ് ലാൻഡ്, ഏത് ലാൻഡിലാണോ അവർ, അത് ഏത് രാജ്യത്താണോ അവർ ബിസിനസ് ചെയ്യുന്നത് ആ രാജ്യത്തെ ബിസിനസ് നിയമങ്ങളെ ഫോളോ ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ബിസിനസ് ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. അതുപോലെ ഇൻഫർമേഷൻസിൽ എന്താ പറയുക, ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻസ് ശ്രദ്ധിക്കണം. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കമ്പനി നല്ലൊരു സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം
അവരുടെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടും. കോർപ്പറേറ്റ് ഇമേജ് കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ഇമേജ് എന്താ പറയുക ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ അക്കൗണ്ടബിലിറ്റി കൂടും. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആകാനായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫ്രോഡുകളും ഇൻസൈഡർ ട്രേഡിങ്ങും ബാക്കി മാൽ പ്രാക്ടീസസും ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് ഇവരൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഫ്രോഡുകളും ഇൻസൈഡർ ട്രേഡിങ്ങും മാൽ പ്രാക്ടീസസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സോഷ്യലിയും ഏതൊരു കമ്പനിക്കും അവരുടെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ, അത് എത്തിക്കലിയും സോഷ്യലിയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഒരു കമ്പനീനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നേടിയെടുക്കാനായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയാണെങ്കിൽ ബാങ്കുകളും മ്യൂച്വൽ ഫണ്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് വരും. എന്തിന് ഇൻട്രസ്റ്റഡ് ആയിട്ട്? ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കംപ്ലയിൻസ് ഉണ്ടാവില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, നല്ല ആൾക്കാരെ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഉണ്ട് എങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തൊക്കെയാണ്, നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഒന്ന്, CSRും ബിസിനസ് എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ്. പിന്നെ CSRും കോർപ്പറേറ്റ് ഗവേണൻസും എന്താണ്. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് കണ്ടു. അതേപോലെ നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. Now we are moving to the last topic in this module, that is CSR initiatives in India. ഇന്ത്യയിൽ എന്തൊക്കെ CSR ആക്ടിവിറ്റീസ് ആണ് നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഒരു 21st സെഞ്ച്വറിയോടുകൂടി ബിസിനസ്സുകൾക്ക് മനസ്സിലായി ദേ ആർ നോട്ട് വർക്കിംഗ് ഇൻ ഐസൊലേഷൻ. അവർ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ ആക്ടിവിറ്റീസ് കൺസ്യൂമേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും സപ്ലയേഴ്സിനെയും മുതലായ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എഫക്റ്റ് ചെയ്യും എന്ന് അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഫ്രം 21st സെഞ്ച്വറി ഓൺവേർഡ്സ്. അതുപോലെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും സൊസൈറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ത് കാര്യത്തിന്? അവരുടെ എല്ലാ കാര്യത്തിനും. റോഡ്, എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ്, റെയിൽവേ, ഇലക്ട്രിസിറ്റി, വാട്ടർ റിസോഴ്സ്, ലാൻഡ്, അങ്ങനെ എല്ലാ രീതിയിലും അവരെന്താ ചെയ്യുന്നത്? ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ സൊസൈറ്റി. So they started realizing that since they are depending on the society for their operation, it is their duty to contribute to the society too. അവരെന്തിനെ സൊസൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ എല്ലാ ഓർഗനൈസേഷൻസും പോലെ ഇന്ത്യയിലെ ഓർഗനൈസേഷൻസും റിയലൈസ് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പിടിച്ചിരുന്ന, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം ഒബ്ജക്റ്റീവായിട്ട് പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. സോഷ്യലി റെസ്പോൺസിബിൾ ആകാതെ നിലനിൽക്കാൻ പറ്റില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാഷണൽ ഫാദർ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വെൽത്ത് ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി ഹാസ് ടു ബി പ്ലൗഡ് ബാക്ക് ഇൻ ടു ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വെൽത്ത് സൊസൈറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ CSRന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇന്ത്യയിലെ കോർപ്പറേഷൻസിൻ്റെയും പ്രാക്ടീസസിൽ ഈ CSR എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വഴി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു എന്ത്? CSR കോൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതുപോലെ ഇന്ത്യയിലെ ലോ മേക്കേഴ്സും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അതായത് നിയമ നിർമ്മാതാക്കൾ, നിയമം ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റും
CSRന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് കൺട്രി വിച്ച് മെയ്ഡ് CSR ആസ് മാൻഡേറ്ററി. CSR മാൻഡേറ്ററി ആയിട്ട് മാറ്റിയിട്ടുള്ള ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അത് മാറ്റിയത് എങ്ങനെയാണ്? കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റിലാണ് CSR കമ്പനീസിന് കമ്പൽസറി ആക്കി മാറ്റിയത്. അപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് എല്ലാവരും CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം, CSRന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായി. എന്നു മുതൽ? കമ്പനീസ് ആക്ട് 2013 അമെൻമെൻറ്റ് പ്രകാരം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ കമ്പനീസ് ഫണ്ട് കൊടുത്താലാണ് അതിന് CSRലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് ഇന്ത്യ കണക്കാക്കാൻ നോക്കാം. ഒന്ന്, പോവേർട്ടി, അതുപോലെ ഹങ്കർ, മാൽന്യൂട്രീഷൻ, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ പട്ടിണി മാറ്റാനായിട്ട്, വിശപ്പ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പോഷകക്കുറവ് മാറ്റാനായിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിന് CSR കോൺട്രിബ്യൂഷനായിട്ട് ഇന്ത്യയിലെ നിയമം കാണും. ഇപ്പോൾ നമ്മുടെ സ്വച്ഛ് ഭാരത് കോഷ് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് CSR ഫണ്ടായിട്ട് കാണും. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതും CSR ഇനീഷ്യേറ്റീവായിട്ട് ഇന്ത്യയിൽ കണക്കാക്കും. പിന്നെ എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ്റെ അതുപോലെ തന്നെ വുമൻ്റെയും എഡ്യൂക്കേഷനും പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് ഏത് കമ്പനി പ്രൊവൈഡ് ചെയ്താലും അതിന് CSR കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കും. അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തിനു വേണ്ടിയിട്ട് കാശ് കൊടുത്താലും അത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുത്താൽ ഇന്ത്യയിൽ അത് എന്താണ്? CSR ആക്ടിവിറ്റിയാണ്. അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ക്ലീൻ ഗംഗ എന്ന് പറഞ്ഞിട്ട് ഗംഗാ നദീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കമ്പനി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനെ എന്തായിട്ട് കണക്കാക്കും? CSR ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കും. കാരണം എന്താണ്? ഇന്ത്യയിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻസും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് CSR ഇനീഷ്യേറ്റീവായിട്ട് കണക്കാക്കും. പിന്നെ നാഷണൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, നമ്മുടെ നാഷണൽ ഹെറിറ്റേജ്, കൾച്ചർ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതും ഇന്ത്യയിൽ എന്താണ്? CSR ആക്ടിവിറ്റിയിൽ പെടുത്തുന്നതാണ്. അതുപോലെ ആംഡ് ഫോഴ്സസ് വെറ്ററൻസ്, അതുപോലെ അവരുടെ വിധവകൾക്ക്, അവരുടെ ഫാമിലീസിന് ഒക്കെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാം CSR ആക്ടിവിറ്റിയാണ്. അതുപോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെൽഫെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റിലീഫ് ഫണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബ്, ബാക്ക്വേർഡ് കാസ്റ്റ്, വുമൺ, മൈനോറിറ്റി, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫണ്ടുകളിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും എന്താണ്? CSR ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ contributions or funds provided to the development of ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റൂറൽ ഏരിയയുടെയും സ്ലമ്മുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് CSR കോൺട്രിബ്യൂഷനായിട്ട് ഇന്ത്യയിൽ കണക്കാക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയിലെ കമ്പനീസിനെ ആലോചിക്കുവാണെങ്കിൽ നമുക്ക് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടും. ഇന്ത്യൻ കമ്പനീസിന് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള ചില ഇന്ത്യൻ കമ്പനീസ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അതിലൊന്നാണ് ITC. ഓക്കെ, ITC ഇതുപോലെ അവരുടെ ഒരുപാട് വർഷം മുമ്പേ CSR ഒക്കെ മാൻഡേറ്ററി ആക്കുന്നതിന് മുൻപേ, ലീഗലി നിർബന്ധമാക്കുന്നതിന് മുമ്പേ തന്നെ CSR ആക്ടിവിറ്റീസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്ന ഒരു കമ്പനിയാണ് ആര്? ITC. അവർ ഒത്തിരി ഒരു ലാർജ് നമ്പർ ഓഫ് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടാറ്റ പവർ, അതുപോലെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് കച്ച് റീജിയണിൽ, ഗുജറാത്തിലെ കച്ച് റീജിയണിൽ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വുമണ് ബിസിനസ് തുടങ്ങാനും, അതുപോലെ കന്നുകാലികളെ പർച്ചേസ് ചെയ്യാനും, വീട് വെക്കാനും, ബിസിനസ് തുടങ്ങാൻ ക്യാപിറ്റൽ, എഡ്യൂക്കേഷൻ, മാരേജിന് വേണ്ടിയിട്ട്, മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ടാറ്റ പവർ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഫോസിസും ഇന്ത്യയിലെ ഒരു ഏർലി അഡാപ്റ്റർ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതായത് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യമേ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ് ഇൻഫോസിസ്. അവർ ഈ പറഞ്ഞ പോലെ കർണാടകയിൽ ഒരുപാട് പ്രോജക്ട്സ് അവരെടുത്ത് ചെയ്യുന്നുണ്ട്.
അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. കർണാടകയിലെ വാട്ടർ ബോഡി, അതുപോലെ മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷനായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പോർട്സിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഗോ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, കേരള ഈ 3 സ്റ്റേറ്റുകൾക്കും ഒരുപാട് റിലീഫ് ഫണ്ടുകൾ, അതായത് നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ റിലീഫ് ഫണ്ടുകളിലേക്ക് അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിലയൻസ് കമ്പനീനെ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇതുപോലെ ബലാംഗീർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ അവിടുത്തെ വില്ലേജേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ അവരൊരു ഇൻഷുറൻസ് പ്രോഗ്രാം, ലൈഫ് ഇൻഷുറൻസ് പ്രോഗ്രാം അവർക്ക് വേണ്ടി ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യയിലെ എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അവരുടെ ആ ഒരു ഇനീഷ്യേറ്റീവിൽ ഒത്തിരി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനൊക്കെ വേണ്ടി ഇവരുടെയൊക്കെ എഡ്യൂക്കേഷൻ്റെ വേണ്ടിയിട്ട് അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിലയൻസും ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ടാറ്റ സ്റ്റീൽ കമ്പനി 100 വർഷം ആയിട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. അവർ ജാർഖണ്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ്, കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. പിന്നെ ടാറ്റ സ്റ്റീലിൻ്റെ തന്നെ ലൈഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൻ അവർ റണ്ണിങ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട് 1991. അപ്പോൾ ആ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മൊബൈൽ ഹോസ്പിറ്റലാണ്. അതുപോലെ എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാമുകൾ ഒത്തിരി ടാറ്റ സ്റ്റീൽ നടത്തുന്നുണ്ട്. പിന്നെ അമൂലും ഇതുപോലെ റൂറൽ ഹെൽത്തിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരു ട്രിബുവാദാസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ സ്വർ ജയന്തി ഗ്രാം സ്വോജർ യോജന, അത് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഗേദ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാംസ്, അതുപോലെ പഠിപ്പിന് വേണ്ടിയിട്ട് അമൂൽ സ്കോളർ സ്കീംസ്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അമൂലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഫേ കോഫിയുടെ CCD എന്ന് നമ്മൾ പറയില്ലേ, അവർ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CSR ആക്ടിവിറ്റിയാണ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രോബ്ലം ഉള്ള, അതായത് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള 50ഓളം ആൾക്കാരെ അവരുടെ പല ഔട്ട്ലെറ്റുകളിലായിട്ട് അവർ ജോലി കൊടുത്തു. അതുപോലെ അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ദേ കോൾ ദം ആസ് സൈലന്റ് ബ്രൂ മാസ്റ്റേഴ്സ്. അവരെ സൈലന്റ് ബ്രൂ മാസ്റ്റേഴ്സ് എന്നാണ് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് പല രീതിയിലുള്ള കണ്ണ് കാണാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, അങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കഫേ കോഫിയുടെ ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അവരുടെ ബിഗ്ഗസ്റ്റ് CSR ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SPGH വൊക്കേഷണൽ ട്രെയിനിങ് കോളേജാണ് ചിക്കമംഗ്ലൂർ, കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വൊക്കേഷണൽ ട്രെയിനിങ് കോളേജ് അവർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ബിഗ്ഗസ്റ്റ് CSR ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി വിപ്രോ നമ്മുടെ ഇന്ത്യയിലെ ഒരു ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ്. അവരും എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരും ഫോക്കസ് ചെയ്യുന്നത്. വിപ്രോ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഡിസാസ്റ്റർ റിലീഫ്, റിഹാബിലിറ്റേഷൻ, അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം, ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വിപ്രോയുടെ ഐ കെയർ, അതുപോലെ ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിപ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ DLF നമുക്കറിയാം, DLF ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇൻ ഇന്ത്യ. അവർ ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വപ്ന സാത്തക് ഇൻഫോർമൽ സ്കൂൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതുപോലെ അവർ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ആൾക്കാർക്ക് ജോലി പഠിച്ച് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് അവർ ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് DLFിൻ്റെ ബാനറിൽ. അതായത് DLF ലൈഫ് എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. ഓക്കെ, അത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ കൊക്കക്കോള മൾട്ടിനാഷണൽ കമ്പനിയും പ്രോഫിറ്റായിട്ട് അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും സോഷ്യൽ ബെനിഫിറ്റും രണ്ടും മാക്സിമൈസ് ചെയ്യുക.
സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്തതാണ്. അവരുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 1% അവർ ചാരിറ്റബിൾ കോസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കൊക്കക്കോള മൾട്ടിനാഷണൽ. അവരുടെ പോളിസീസിലൊക്കെ ക്ലിയർ ആയിട്ട് അവർ എത്തിക്കൽ വാല്യൂസും പ്രാക്ടീസസും ഒക്കെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനീസ് ചെയ്യുന്ന CSR ആക്ടിവിറ്റീസ്. നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ CSR ഇനീഷ്യേറ്റീവിൽ ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഇന്ത്യയിൽ 2013 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യയിൽ CSR ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് കമ്പൽസറി ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ആ കമ്പൽസറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാം എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ കമ്പനീസിൻ്റെ കുറച്ച് എക്സാമ്പിൾ, അതായത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ കമ്പനീസ് CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ CSR എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ അബൌട്ട് the entire module, the entire concept CSR. Thank you.